നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രി നടത്തുന്ന കൂടിക്കാഴ്ചകളിൽ സാധാരണ പങ്കെടുക്കാറില്ല. എന്നാൽ മലയാളിയായ ആത്മീയ പണ്ഡിതൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പങ്കെടുത്തു. പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ മാത്രമല്ല, രഹസ്യ അന്വേഷണ വിഭാഗത്തെ ആകെ അമ്പരപ്പിച്ച ഒരു സാന്നിധ്യമായിരുന്നു ഇത്. കാന്തപുരവുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് അജിത് ഡോവൽ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത്. കാന്തപുരം പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടത്തിയത് തികച്ചും സൗഹൃദപരമായ കൂടിക്കാഴ്ചയായിരുന്നുവെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. എന്നാൽ കാന്തപുരവും അജിത് ഡോവലും കണ്ടുമുട്ടിയതിൽ ചില പ്രത്യേക മാനങ്ങളാണ് രാഷ്ട്രീയ കേരളം കാണുന്നത്. പ്രധാനമന്ത്രി സവിശേഷമായ ചില കാര്യങ്ങൾ കാന്തപുരവുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഇനി പുറത്ത് വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ 2026 നടക്കുന്ന കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ഈ കൂടിക്കാഴ്ചയ്ക്ക് അത്രയധികം അടുപ്പവുമുണ്ട്. രാഹുലും പ്രിയങ്കയും വയനാട്ടിൽ നിന്നും ജയിക്കുന്നത് മുസ്ലിം ലീഗിന്റെയും മുസ്ലിങ്ങളുടെയും പിന്തുണയോടുകൂടിയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കായി എത്തുന്ന ഇവർക്ക് ലീഗ് വലിയ പിന്തുണയാണ് നൽകുന്നത്. ഇത് BJPക്ക് വലിയ അലോസരമാണ് സൃഷ്ടിക്കുന്നത്. മുസ്ലിം പിന്തുണ ഇല്ലെങ്കിൽ ഇവർ വയനാട്ടിൽ നിന്നും പരാജയപ്പെടുമെന്ന് BJPക്ക് അറിയാം. കാന്തപുരം ലീഗുമായി അടുപ്പം സൂക്ഷിക്കുന്നയാളല്ല. പിണറായിയുടെയും ഇടതുപക്ഷത്തിന്റെയും ഒപ്പമാണ് കാന്തപുരത്തിന്റെ യാത്ര. മോദിയുടെ ലക്ഷ്യം കോൺഗ്രസ് ആണ്, CPM അല്ല. പ്രിയങ്കയെ തറ പറ്റിക്കണമെങ്കിൽ മോദിക്ക് കാന്തപുരത്തിന്റെ സഹായം വേണം. അജിത് ഡോവലിനെ അറിയേണ്ടത് രാജ്യത്തിന് പുറത്തു നിന്നും ഒരു വിഭാഗത്തിന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന കോടികളാണ്. അതിന്റെ വിശദാംശങ്ങൾ സുരക്ഷാ ഉപദേഷ്ടാവ് തേടിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ വിവിധ സമൂഹ മാനുഷിക വിദ്യാഭ്യാസ വികസന വിഷയങ്ങളും ന്യൂനപക്ഷ ക്ഷേമകാര്യങ്ങളും രാജ്യാന്തര സംഭാവനകളും എല്ലാം തന്നെ ചർച്ചയായി. കാന്തപുരം നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് അജിത് ഡോവലും കാന്തപുരവും തമ്മിൽ അതുമായി ബന്ധപ്പെട്ട് സംസാരങ്ങൾ നടന്നോ അടക്കമുള്ള കാര്യങ്ങളും ചർച്ചയായിരുന്നു. എന്നാൽ നിമിഷപ്രിയയുടെ കാര്യങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി ബാക്കി ചെയ്യേണ്ടത് ഗവൺമെന്റ് ആണ് എന്ന് കാന്തപുരത്തിന് ഏറ്റവും അടുത്തുള്ള വ്യക്തികളൊക്കെ തന്നെ പറയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും കേരള യാത്രയ്ക്കിടെ സമൂഹത്തിലെ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വന്ന വിഷയങ്ങൾ അബൂബക്കർ മുസ്ലിയാർ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. റംസാൻ സന്ദേശവും കൈമാറിയ ശേഷമാണ് കൂടിക്കാഴ്ച അവസാനിച്ചത്. മോദിയെ കണ്ടിറങ്ങിയ കാന്തപുരം മോദി ഭക്തനായി മാറി എന്നാണ് വർത്തമാനം. എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുള്ള വികസനം, സാമ്പത്തിക മുന്നേറ്റത്തിനൊപ്പം സന്തോഷ സൂചികയും മാനവ വികസനത്തിനും നൽകേണ്ട പരിഗണന, ജനസംഖ്യ അനുപാതികവും പ്രാദേശിക സന്തുലിതവുമായി വിഭവങ്ങൾ ലഭ്യമാക്കേണ്ടതിന്റെ പ്രാധാന്യം, വഖഫ് SIR ആശങ്കകൾ, പുരാതന മസ്ജിദുകളും ഇസ്ലാമിക പൈതൃക സ്മാരകങ്ങളും സംരക്ഷിക്കാൻ മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പ് ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതികളുടെ പുനഃസ്ഥാപനം, അതുപോലെ തന്നെ അലിഗഡ് സർവകലാശാല മലപ്പുറം സെന്റർ വികസനം, രാജ്യത്തെ ന്യൂനപക്ഷ ജനവിഭാഗവുമായി കേന്ദ്ര സർക്കാർ അടുത്തിടെ ഇടപെടേണ്ടതിന്റെ ആവശ്യകത തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ സംസാര വിഷയമായി. രാജ്യാന്തര തലത്തിൽ സമാധാനം ഉറപ്പുവരുത്തുന്നതിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന നയതന്ത്ര ഇടപെടലുകളെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അഭിനന്ദിച്ചു. ഇന്ത്യയിൽ മുസ്ലിം സമുദായം യാതൊരുവിധ പ്രതിസന്ധിയും നേരിടുന്നില്ല എന്നും എല്ലാവരും സുരക്ഷിതരാണെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു ദേശീയ മാധ്യമത്തിൽ നൽകിയ പ്രസ്താവനയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. മോദിയുടെ ഔദ്യോഗിക വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ കേരളത്തിൽ നിന്നും ഒരു സുന്നി വിഭാഗം നേതാവ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതും ശ്രദ്ധേയമായി. പ്രധാനമന്ത്രിയെ കാണുകയും സംസാരിക്കുകയും ചെയ്തതിൽ ഏറെ സന്തോഷവും. രാജ്യത്തിന്റെ പുരോഗതിക്കായി ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. എങ്കിലും സമുദായവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ആശങ്ക അറിയിക്കുകയും ചെയ്തു. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട പുതിയ പരിഷ്കാരങ്ങളിലുള്ള ആശങ്കയും പ്രധാനമന്ത്രി ധരിപ്പിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളിലെ അവ്യക്തതകൾ ചർച്ചയായി. സമുദായത്തിന്റെ സുരക്ഷയും വിദ്യാഭ്യാസ പുരോഗതിയും കൂടിക്കാഴ്ചയിൽ വിഷയമായി എന്നും കാന്തപുരം പറയുന്നു. കാന്തപുരവുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി Xൽ കുറിച്ചിരുന്നു. വിവിധ സാമൂഹിക വിദ്യാഭ്യാസ മേഖലകളിൽ കാന്തപുരം നൽകുന്ന സംഭാവനകൾ ഏറെ ശ്രദ്ധേയമാണ് എന്ന് അദ്ദേഹം കുറിച്ചു. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കാന്തപുരം നടത്തിയ കേരള യാത്രയ്ക്കിടെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ളവർ ഉന്നയിച്ച ആവശ്യങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. നിർത്തലാക്കിയ മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പ് പുനഃസ്ഥാപിക്കണമെന്നും ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി കേന്ദ്ര സർക്കാർ അടുത്തിടപഴകേണ്ടതിന്റെ ആവശ്യകതയും സംസാര വിഷയമായതായി കാന്തപുരം ഫേസ്ബുക്കിൽ കുറിച്ചു. ബറേലി സംഭവങ്ങളിൽ ഉൾപ്പെടെ നിരപരാധികൾക്ക് നീതി ലഭ്യമാകണമെന്നും ഉത്തരേന്ത്യയിലെ ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെന്നും ചർച്ചയിൽ ആവശ്യം ഉയർന്നു. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ മലപ്പുറം സെന്റർ വികസനം, ദക്ഷിണേന്ത്യയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ട്രെയിൻ സർവീസുകൾ എന്നിവയും ചർച്ചയായി.
ജമീയത്തുൽ ഉൽമയുടെയും മർക്കസിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും ഇന്ത്യയുടെ യശസ് ഉയർത്തുന്ന ആഗോള ഇടപെടലുകളും പ്രശംസനീയമാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടുവെന്നും അദ്ദേഹം അറിയിച്ചു. ഭാരതത്തിൽ മുസ്ലിങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല, ഒരു പ്രയാസവുമില്ല. മദ്രസകൾ, അറബിക് കോളേജുകൾ, പള്ളികൾ എല്ലാം നടക്കുന്നുണ്ട്. ഒന്നിനും ഒരു പ്രയാസവുമില്ല. അങ്ങനെയാണ് എൻ്റെ അറിവിലുള്ളത്. എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകണമെന്ന് ഞാൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. കോളേജുകളും മറ്റും ആവശ്യമുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ആശുപത്രികളും മറ്റും വേണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യാമെന്ന് അദ്ദേഹം മറുപടിയും പറഞ്ഞു. ബംഗ്ലാദേശിനെ കുറിച്ച് എനിക്കറിയില്ല. എന്നാൽ ലോകത്തെല്ലായിടത്തും ശാന്തിയും സമാധാനവും ഉണ്ടാവണം. ഇതിന് വേണ്ടതെല്ലാം ചെയ്യും. അമേരിക്കയിലും ഇറാനിലും തമ്മിലുള്ളതും അവസാനിപ്പിക്കണം. മനുഷ്യത്വത്തെ മുകളിൽ വെച്ച് ബാക്കിയുള്ളതെല്ലാം താഴെ വെക്കണം. കാന്തപുരം സർക്കാരിനും മുഹമ്മദ് റിയാസിനും വിശ്വസ്തനാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഈ മർക്കസ് നോളജ് സിറ്റിയിലെ അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണം അവസാനിപ്പിച്ചത് അങ്ങനെയാണ്. സർക്കാരും CPM-ഉം കാന്തപുരത്തിന് പിന്നിൽ എന്തിനു തയ്യാറായി നിൽക്കുമ്പോൾ എന്തന്വേഷണം? കാന്തപുരത്തെ പോലെ പവർഫുള്ളായ ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലില്ല. വലതിലും ഇടതിലും പിടുത്തമുണ്ടെങ്കിലും CPM-ന്റെ ആളാണ് അദ്ദേഹം. ഏത് പ്രവർത്തനം നടത്തിയാലും തന്നെ സംരക്ഷിക്കാൻ ആളുണ്ട് എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെക്കുറിച്ച് പോലും ശരിയായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നില്ല. ആദ്യം ഗുരുതരമെന്നും പിന്നീട് തൃപ്തികരമെന്നുമാണ് വാർത്തകൾ പുറത്തു വന്നത്. ഇപ്പോഴും പരിക്കേറ്റവരുടെ അവസ്ഥ എന്താണെന്ന് തങ്ങൾക്ക് വ്യക്തമല്ല എന്നും ബന്ധുക്കൾ പറയുന്നു. മർക്കസ് നോളജ് സിറ്റി നിർമ്മിക്കുന്നത് ഭൂമി തരം മാറ്റിയാണ് എന്ന് തുടക്കത്തിൽ വിവാദം ഉയർന്നിരുന്നു. ചില പത്രങ്ങളിൽ വാർത്ത വന്നെങ്കിലും നിമിഷവേഗത്തിൽ മുങ്ങി. ഇതിനിടയിൽ സർക്കാർ ഇടപെട്ടതായി ആരോപണവുമുണ്ട്. കോഴിക്കോടുകാരനായ മരുമകന്റെ ഉജ്ജ്വല വിജയത്തിന് കാരണക്കാരായവരിൽ ഒരാളാണ് കാന്തപുരം. റവന്യൂ മന്ത്രി നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഭൂമി തരം മാറ്റാൻ വിവാദം അവസാനിപ്പിച്ചു നൽകി. ജില്ലാ അധികാരികളും മറ്റും ചടുല വേഗത്തിലാണ് കാര്യങ്ങൾ നീക്കിയത്. അതിന് പിന്നാലെയാണ് കെട്ടിടം തകർന്നു വീണ് തൊഴിലാളികൾക്ക് പരിക്കേറ്റത്. ഭൂപരിഷ്കരണ നിയമപരിധിയിൽ ഇളവ് ലഭിക്കുന്ന തോട്ടഭൂമി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചു എന്നായിരുന്നു ആരോപണം. കാന്തപുരത്തിന് വേണ്ടി നിയമങ്ങൾ വഴിമാറുന്നു എന്ന് ജില്ലാ ഉദ്യോഗസ്ഥർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ തന്ത്രപരമായി നിശബ്ദത പുലർത്തുകയും ചെയ്തു. ഇതേ കാന്തപുരത്തെ തന്നെയാണ് BJP-യും ഉപയോഗിക്കുന്നത്. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെ കേരളത്തിൽ നിന്നും കെട്ടിക്കണമെങ്കിൽ കാന്തപുരത്തിന്റെ സഹായം വേണമെന്ന് BJP-ക്ക് അറിയാം. അജിത് ഡോവലിന്റെ സാന്നിധ്യത്തിലാണ് ചർച്ചകൾ നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ പ്രാധാന്യം വളരെ വലുതായിരിക്കും.